ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ഫൊണോളജി ആൻഡ് ഫോണറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന്. ഫസ്റ്റ്, വോക്കൽ കോഡ്സ്. Two small bands of muscles in the larynx that produce sounds by vibrating when air passes through them. They vibrate when you speak or sing. വോക്കൽ കോഡ്സ് ക്രിയേറ്റ് യുവർ വോയിസ്. ഇപ്പോൾ എന്താണ് വോക്കൽ കോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അഥവാ ആദംസ് ആപ്പിളുണ്ട്, അവിടെ ഉള്ള രണ്ട് ചെറിയ മസിൽ ബാൻഡുകളാണ് ഈ വോക്കൽ കോഡ്, ലാറിങ്സ് എന്ന് പറയുന്നത്. അതിലൂടെ എയർ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അതാണ് വോക്കൽ കോഡ്സ്. ചെറിയ രണ്ട് സ്മോൾ ബാൻഡ്സ് ഓഫ് മസിൽസ് ഇൻ ദ ലാറിങ്സ്. ഇതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അതിനെ വോയിസ് ബോക്സ് എന്ന് വിളിക്കും. അതിലൂടെ സൗണ്ട് പാസ് ചെയ്യുമ്പോഴാണ് പുറത്തേക്ക് സൗണ്ട് വരുന്നത്. അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് നമുക്ക് പുറത്തേക്ക് കേൾക്കുന്നത്. ഓക്കെ, സോ വോക്കൽ കോഡ്സ് ക്രിയേറ്റ് യുവർ വോയിസ്. നമ്മുടെ വോയിസിന് ഉണ്ടാക്കുന്നത് ഈ വോക്കൽ കോഡ്സ് ആണ്. ദ നാസൽ സൗണ്ട്സ്. എന്താണ് നാസൽ സൗണ്ട്? നാസൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് മൂക്കുമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ? നോസ് അഥവാ മൂക്കിലൂടെ വരുന്ന സൗണ്ട്സിനെയാണ് നാസൽ സൗണ്ട് എന്ന് പറയുന്നത്. സൗണ്ട് മെയ്ഡ് ബൈ ലെറ്റിംഗ് എയർ പാസ് ത്രൂ ദ നോസ് വൈൽ ബ്ലോക്കിംഗ് ഇറ്റ് ഇൻ ദ മൗത്ത്. അഥവാ സൗണ്ട് മൂക്കിലൂടെ എയർ പാസ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് വരുന്ന സൗണ്ടാണ് നാസൽ സൗണ്ട് എന്ന് പറയുന്നത്. അത് വായിലൂടെ എന്ത് ചെയ്യും? എയർ പാസ് ചെയ്യില്ല ആ ടൈമിൽ. സോ മൂക്കിലൂടെയാണ് എയർ പാസ് ചെയ്യുക. അപ്പോൾ പുറത്ത് വരുന്ന സൗണ്ടാണ് നാസൽ സൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം എന്ന് പറയുമ്പോൾ ഒരിക്കലും വായിലൂടെ അല്ല എയർ പോകുന്നത്, മൂക്കിലൂടെയാണ്. ഇതിൻ്റെ എക്സാമ്പിൾ ഈ ലെറ്റേഴ്സ് എഴുതുക, അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? എക്സാമ്പിൾസും എഴുതുക. മാൻ, ടൈം, നെറ്റ്, റൺ, സിങ്, സോങ്. ഇങ്ങനത്തെ സിമ്പിളാണത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ഇതാണ് നാസൽ സൗണ്ട്സ്. ഈ 3 സൗണ്ട്സും നിർബന്ധമായിട്ട് എഴുതുക. നാസൽ സൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ദെൻ ഫോണറ്റിക്സ്. എന്താണ് ഫോണറ്റിക്സ്? ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോണറ്റിക്സ് എന്താണ്? ദ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ്, ഹൗ ദേ ആർ പ്രൊഡ്യൂസ്ഡ്, ഇയർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. ദ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സിൻ്റെ പഠനത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ്, അതാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. സ്പീച്ച് സൗണ്ട്സ് അതിലുണ്ടായിരിക്കണം. ഫോണറ്റിക്സ് എന്ന് എഴുതുമ്പോൾ സ്പീച്ച് സൗണ്ട് മസ്റ്റായിട്ട് അതിലുണ്ടായിരിക്കണം. സ്പീച്ച് സൗണ്ട്സിനെ പഠിക്കുന്നതിനെയാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ് ഇൻ പെന്ന്, ഇൻ മാൻ. ഇതെന്താണ്? പിൻ്റെ സൗണ്ടാണ് പ് അല്ലേ? പിയുടെ സൗണ്ടാണ് പ്. അതുപോലെ തന്നെ എന്നുള്ളതിൻ്റെ എമ്മിൻ്റെ സൗണ്ടാണ് മ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ സൗണ്ട് നമ്മൾ ഹൗ വി മേക്ക് ആൻഡ് ഹിയർ സ്പീച്ച് സൗണ്ട്സ്, എങ്ങനെയാണ് ഈ സൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്, ഇതാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ്. ഓക്കെ, ഇത് മസ്റ്റായിട്ടും ഫോണറ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീച്ച് സൗണ്ട് അതിൽ എഴുതിയിരിക്കണം. ദെൻ ആലഫോൺസ്. ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് പ്രൊനൗൺസിങ് ദി സെയിം സൗണ്ട് വിത്തൗട്ട് ചേഞ്ചിങ് ദ വേർഡ്സ് മീനിങ്. അപ്പോൾ വേർഡിൻ്റെ മീനിങ് ഒന്നും മാറാതെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സൗണ്ടിനെ ഡിഫറെൻറ്റ് വേ ആയിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ഇപ്പോൾ പീനെ നമുക്ക് കട്ടി കൂട്ടിയിട്ടും കട്ടി കൂട്ടാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. പിൻ എന്ന് പറയാം, ഭിൻ എന്ന് പറയാം. അതാണ് ഡിഫറെൻറ്റ് വേ ഓഫ് പ്രൊനൗൺസിങ് ദി സെയിം. ഒരു സൗണ്ടിനെ തന്നെ ഡിഫറെൻറ്റ് വേയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതിനെയാണ് ആലഫോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പി ഇൻ പിന്ന് അത് കട്ടി കൂട്ടിയിട്ടും കട്ടി കൂട്ടാതെ നമുക്ക് പറയാൻ പറ്റും. ടേന്ന് കട്ടി കൂട്ടിയിട്ടും കൂട്ടാതെയൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് ഒരു സൗണ്ടിനെ തന്നെ ഡിഫറെൻറ്റ് വേയിൽ പ്രൊനൗൺസ് ചെയ്യുന്നതിനാണ് ആലഫോൺസ് എന്ന് പറയുന്നത്. ദെൻ ഫ്രിക്കേറ്റീവ്സ്. എന്താണ് ഫ്രിക്കേറ്റീവ്സ്? സൗണ്ട്സ് മെയ്ഡ് ബൈ ഫോഴ്സിങ് എയർ ത്രൂ എ നാരോ സ്പേസ് കോസിങ് ഫ്രിക്ഷൻസ്. അപ്പോൾ ഒരു നാരോ ഗ്യാപ്പിലൂടെ സൗണ്ട് വരുന്നതിനെയാണ് ഫ്രിക്കേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ. ഇപ്പോൾ ഫ് എന്ന് പറയുമ്പോൾ എന്താണ്? സൗണ്ട് ഒരു നാരോ ഗ്യാപ്പിലൂടെയാണ് സൗണ്ട് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഫ്, വ് അല്ലേ, ത്, ദ്, സ് എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു നാരോ ഗ്യാപ്പിലൂടെയാണ് സൗണ്ട് പുറത്തേക്ക് വരുന്നത്. അതിനെയാണ് ഫ്രിക്കേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ. ഫ്രിക്ഷൻ സൗണ്ടിന് എക്സാമ്പിൾ എഴുതാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഫ്രിക്കേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഈ സൗണ്ട്സ് മസ്റ്റായിട്ടും എഴുതണം. ഫ്, വ്, സ്, സ്, ഷ്, മെഷർ എന്നുള്ളതിൽ ഷ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഈ 3 എന്നുള്ളത് ഷേൻ്റെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? എഴുതാം. ഓക്കെ, ദെൻ IPA. എന്താണ് IPA? ഇത് എലാബറേറ്റ് ചെയ്യാൻ ഉണ്ടാകും. എന്താണ് IPA അഥവാ ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്സ്. ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്, എ സിസ്റ്റം ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് സ്പീച്ച് സൗണ്ട്സ് ഓഫ് ഓൾ ലാംഗ്വേജ്. എല്ലാ ലാംഗ്വേജിലെയും എങ്ങനെയാണ് പെർട്ടിക്കുലർ സൗണ്ടിനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നൊരു അതിൻ്റെ സിമ്പിൾസും കാണിക്കുന്നതിനെയാണ്
IP എന്ന് പറയുക, ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്. അത് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക ലെറ്റേഴ്സിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ട്രിപ്തോങ്. എന്താണ് ട്രിപ്തോങ്സ് നോക്കാം. എ സിംഗിൾ വവൽ സൗണ്ട്സ് ദാറ്റ് ഗ്ലൈഡ്സ് ത്രൂ 3 വവൽസ് പൊസിഷൻസ് ഇൻ 1 syllable. അപ്പോൾ എന്താണ് ഒരു സിംഗിൾ വവൽ സൗണ്ട്, ഒരു സിംഗിൾ സൗണ്ട് 3 പൊസിഷനിലൂടെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നതിനെയാണ് ട്രിപ്തോങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫയർ എന്ന് പറയുമ്പം ഫയർ എന്ന് പറയുമ്പോൾ അതിലൂടെ 3 രീതിയിലൂടെ വവൽ അതിലൂടെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ പവർ, പ്ലെയർ, റോയൽ, ലോവർ ഇതൊക്കെ പറയുമ്പോൾ 3 പൊസിഷനിലൂടെയാണ് അവിടെ വവൽ ഗ്ലൈഡ് ചെയ്ത് പോകുന്നത്. എ സിംഗിൾ വവൽ സൗണ്ട്സ് ദാറ്റ് ഗ്ലൈഡ് ത്രൂ 3 വവൽ പൊസിഷൻ ഇൻ 1 syllable. ഒരൊറ്റ സില്ലബിളാണ്, പക്ഷേ അത് 3 പൊസിഷനിലൂടെ വവൽ ഗ്ലൈഡ് ചെയ്ത് പോകുന്നതിനാണ് ട്രിപ്തോങ്സ് എന്ന് പറയുന്നത്. ട്രിപ്തോങ്സ്, മോണോഫ്തോങ്സ്, ഡിഫ്തോങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡിഫ്തോങ്സ്, ട്രിപ്തോങ്സ്. അപ്പോൾ അതാണ്. ദെൻ സില്ലബിൾസ്. എന്താണ് സില്ലബിൾസ്? എ യൂണിറ്റ് ഓഫ് സൗണ്ട്സ് കണ്ടെയ്നിങ് 1 വവൽ സൗണ്ട്. അതായത് ഒരൊറ്റ വവൽ സൗണ്ട്. സില്ലബിൾസ് എന്ന് പറയുമ്പോൾ എ യൂണിറ്റ് ഓഫ് സൗണ്ട് കണ്ടെയ്നിങ് 1 വവൽ സൗണ്ട്. ഒരൊറ്റ വവൽ സൗണ്ട് നമുക്കതിൽ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാറ്റ് എന്നുള്ളതിൽ ഒരൊറ്റ സില്ലബിളാണുള്ളത്, ക്യാറ്റ്. ദെൻ ടേബിൾ എന്നുള്ളതിൽ ടേബിൾ, 2 സില്ലബിൾസാണ് അതിലുള്ളത്. അത് സൗണ്ടിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സില്ലബിൾസ് എന്ന് പറയുന്ന. സൗണ്ടിനെ നമുക്ക് എന്താ യൂണിറ്റാക്കിയിട്ട് മുറിക്കാൻ പറ്റും. അതിൻ്റെ വവൽ സൗണ്ടിനെ, വവൽ ലെറ്റേഴ്സിനെ നോക്കിയിട്ട് നമുക്ക് യൂണിറ്റാക്കി മുറിക്കാൻ പറ്റും. അതാണ് സില്ലബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാറ്റ്, ടേബിൾ, ബനാന എന്നുള്ളതിൽ 3 സില്ലബിൾസ് ഉണ്ട്. ബ, ന, ന 3 വവൽ സൗണ്ടാണ് അതിലുള്ളത്. അപ്പോൾ 3 സില്ലബിൾസാണ്. ഓക്കെ, ദെൻ അസിമിലേഷൻസ്. When one sound changes to become more like a nearby sound to make speaking easier. അപ്പോൾ ഒരു സൗണ്ട് എന്താണ് ചേഞ്ചസ് ടു ബിക്കം മോർ ലൈക്ക് എ നിയർ ബൈ സൗണ്ട് ടു മേക്ക് സ്പീക്കിംഗ് ഈസിയർ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇംപോസിബിൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇംപോസിബിൾ എന്ന് പറയുമ്പം ആ പി ആയിട്ട് അത് ചേരുന്നില്ല. അപ്പോൾ ഇംപോസിബിൾ എന്ന് പറയുമ്പോൾ പി ആയിട്ട് കൂടുതലായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ അതാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത് ഹാൻഡ് ബാഗ്, ഡിഡ് യു എന്നുള്ളത് ഡിഡ് യു എന്ന്, അതിനെയാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. ഒരു സൗണ്ട് ചേഞ്ചസ് ടു ബിക്കം മോർ ലൈക്ക് നിയർ ബൈ സൗണ്ട്. അതിൻ്റെ അടുത്തുള്ള സൗണ്ടിനെ ഏറ്റവും ചൂസ് ചെയ്ത അല്ലെങ്കിൽ അതിനോട് ഏറ്റവും യോജിച്ച വേർഡുമായിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതിനെയാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്ലോസീവ്സ്. എന്താണ് പ്ലോസീവ്സ്? സൗണ്ട് മെയ്ഡ് ബൈ സ്റ്റോപ്പിംഗ് ദ എയർ കംപ്ലീറ്റ്ലി ആൻഡ് ദെൻ റിലീസിങ് ഇറ്റ് സഡൻലി. അപ്പോൾ നമ്മൾ ഈ പ്ലോസീവ്സ് എന്ന് പറയുമ്പോൾ ഒരു സഡൻ റിലീസിനെയാണ് പ്ലോസീവ്സ് എന്ന് പറയുന്നത്. മെയ്ഡ് ബൈ സ്റ്റോപ്പിംഗ് ദ എയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എയറിനെ സ്റ്റോപ്പ് ചെയ്യുന്നു, എന്നിട്ട് പെട്ടെന്ന് റിലീസ് ചെയ്യുന്നു. അപ്പോൾ പി എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ 2 ലിപ്പും ക്ലോസ് ചെയ്തിട്ട് പിന്നെയാണ് വിടുകയാണ്, പി അല്ലേ. അതിനാണ് പ്ലോസീവ്സ് എന്ന് പറയുന്നത്, ഒരു സഡൻ റിലീസ്. ദെൻ ബി, ടി, ഡി, ക്, ഗ. ഇതൊക്കെ എന്ത് ചെയ്യാം, ഈ എക്സാമ്പിൾസൊക്കെ ഓരോ ഒന്ന് പറയുമ്പോഴും അതിനൊക്കെ പറ്റിയിട്ടുള്ള എക്സാമ്പിൾസ് ലെറ്റേഴ്സ് അതിൻ്റെ താഴെ എഴുതി വെക്കണം. ദെൻ കോൺസണൻറ്റ് ക്ലസ്റ്റേഴ്സ്. 2 or more കോൺസണൻറ്റ് ടുഗദർ വിത്ത് നോ വവൽ ബിറ്റ്വീൻ ദം. അഥവാ 2 അത് അധികമോ അതിൻ്റെ ഇടയിൽ എന്തുണ്ടായിരിക്കില്ല, വവൽസ് ഉണ്ടായിരിക്കില്ല. അതിനെയാണ് കോൺസണൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ഓഫ് വേർഡ് പ്ലേ എന്നുള്ളത് എന്താണ്, ഒരു കോൺസണൻറ്റ് ക്ലസ്റ്ററാണ്. ഇപ്പോൾ സ്ട്രീറ്റിലെ സ്ട്രേ എന്നുള്ളത് കോൺസണൻറ്റ് ക്ലസ്റ്ററാണ്. ദെൻ ഓക്കെ, ദെൻ വോയിസ്ലെസ് സൗണ്ട്സ്. സൗണ്ട് മെയ്ഡ് വിത്തൗട്ട് വൈബ്രേഷൻ ഓഫ് വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യാതെ വരുന്ന സൗണ്ടിനെയാണ് വോയിസ്ലെസ് സൗണ്ട് എന്ന് പറയുന്നത്. സൗണ്ട്സ് മെയ്ഡ് വിത്തൗട്ട് വൈബ്രേഷൻ, അതായത് വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യാതെ വരുന്നതിനെയാണ് വോയിസ്ലെസ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ വോയിസ്ഡ് സൗണ്ട് എന്താണ്, വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്ത് വരുന്നതിനെയാണ് വോയിസ്ഡ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വോയിസ്ലെസ് സൗണ്ടിൻ്റെ എക്സാമ്പിളാണ് പി, ടി, കെ, ഫ്, സ്, അതുപോലെ തന്നെ ത്. ഇതൊക്കെ വോയിസ്ലെസ് സൗണ്ട്സിൻ്റെ എക്സാമ്പിൾസാണ്. എയർസ്ട്രീം മെക്കാനിസം ആൻഡ് ഓർഗൻസ് ഓഫ് സ്പീച്ച്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് എയർസ്ട്രീം മെക്കാനിസം ആൻഡ് ഓർഗൻസ് ഓഫ് സ്പീച്ച്. ഒരു essay ആയിട്ട് നിങ്ങൾക്കിത് പ്രതീക്ഷിക്കാം. ഇത്
പഠിച്ചു വെച്ചാൽ, മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എസ്സേ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സ്പീച്ച് സൗണ്ട്സ് ആർ മെയ്ഡ് വെൻ എയർ മൂവ്സ് ത്രൂ അവർ മൗത്ത് ആൻഡ് നോസ് ആൻഡ് ഈസ് ഷേപ്പ്ഡ് ബൈ ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് സ്പീച്ച്. നമ്മൾ സംസാരിക്കുന്ന ഈ ഓരോ സൗണ്ടും, നമ്മൾ സംസാരിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ഈ ഓരോ സൗണ്ടും എങ്ങനെയാണ് വരുന്നത്? അതാ എയർ മൂവ് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മുടെ മൗത്തിലൂടെയും നോസിലൂടെയും ഒക്കെ എയർ പാസ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ എയറും നമ്മുടെ മൗത്തും അല്ലെങ്കിൽ നോസ് മാത്രമല്ല അതിൽ പ്ലേ ചെയ്യുന്നത്, നമ്മുടെ ഒരുപാട് ഓർഗൻസ് വളരെ ക്രൂഷ്യൽ റോള് വഹിക്കുന്നുണ്ട്. ആൻഡ് ഷേപ്പ്ഡ് ബൈ ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് സ്പീച്ച്. അതിൽ ഒരുപാട് സ്പീച്ച് ഓർഗൻസ് ഇതിൽ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നിട്ട് മാത്രമാണ് പുറത്തേക്ക് സൗണ്ട് വരുന്നത്. ദ എയർസ്ട്രീം മെക്കാനിസം ഇസ് ദ സോഴ്സ് ഓഫ് എയർ ദാറ്റ് സ്റ്റാർട്ട് സൗണ്ട്. വിത്തൗട്ട് എയർ നോ സ്പീച്ച് ഇസ് പോസിബിൾ. എയർസ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത് ഈ സൗണ്ടിൻ്റെ ഒരു സോഴ്സാണ്. എവിടെ നിന്നൊക്കെയാണ് ഈ സൗണ്ട് വരുന്നത്, അതാണ് നമ്മൾ ഈ ഒരു എയർസ്ട്രീം മെക്കാനിസത്തിലൂടെ നോക്കുന്നത്. ഓക്കെ, എയർ പാസ് ചെയ്ത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. Then airstream mechanism. The airstream mechanism is how air is pushed or pulled to produce sounds. There are 3 main types of airstream mechanism. Airstream mechanism എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എയർ പുഷ് അല്ലെങ്കിൽ പുള്ളഡ്, പുറത്തേക്ക് അല്ലെങ്കിൽ അകത്തേക്ക് വലിക്കുന്നത്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുഷ് മീൻസ് പുറത്തേക്ക് അല്ലേ, പുള്ളുക എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വലിക്കുന്നത്. ദർ ആർ 3 മെയിൻ ടൈപ്സ് ഓഫ് എയർസ്ട്രീം മെക്കാനിസം. ഏതൊക്കെയാണ് ഈ 3 മെയിൻ ടൈപ്പ് എയർസ്ട്രീം മെക്കാനിസം നോക്കാം. ഒന്ന് പൾമോണിക് എയർസ്ട്രീം മെക്കാനിസം. ഈ പൾമോണിക് എയർസ്ട്രീം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലങ്സ് ആയിട്ട് ഇത് റിലേറ്റ് ചെയ്യും. ഒന്നാമത്താണ് പൾമോണിക് എയർസ്ട്രീം മെക്കാനിസം. എയർ കംസ് ഫ്രം ദ ലങ്സ്. നമ്മുടെ ലങ്സിൽ നിന്നും അഥവാ ശ്വാസകോശത്തിൽ നിന്നാണ് ആദ്യം എയർ വരുന്നത്. ഇറ്റ് ഈസ് പുഷ്ഡ് ഔട്ട്വേർഡ് ത്രൂ ദ മൗത്ത് ഓർ നോസ്. പിന്നീട് എന്ത് ചെയ്യും, അത് പുഷ് ചെയ്യും. ഒന്നെങ്കിൽ നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ നോസിലൂടെയാണ്. പിന്നീട് എന്ത് ചെയ്യും, ആദ്യം ലങ്സിൽ നിന്ന് ഇങ്ങനെ വരും കേട്ടോ, സൗണ്ട് ഇങ്ങനെ വന്നിട്ട് അത് ഒന്നെങ്കിൽ അത് മൗത്തിലൂടെ അല്ലെങ്കിൽ നോസിലൂടെ പുറത്ത് വരും. ദിസ് ഈസ് കോൾഡ് പൾമോണിക് എഗ്രസീവ് എയർ. പൾമോണിക് എഗ്രസീവ് യൂസ്ഡ് ഇൻ ആൾമോസ്റ്റ്. ഈ ഒരു പൾമോണിക് എയർ ആണ് നമ്മൾ എന്ത് ചെയ്യും, പൾമോണിക് എയർസ്ട്രീം മെക്കാനിസം ആണ് ഓൾമോസ്റ്റ് ഓൾ ലാംഗ്വേജിലും. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ഈ ഒരു ഇതിലൂടെ, കാരണം നമ്മൾ സംസാരിക്കുന്ന ഓരോ ലിറ്റർ സൗണ്ട് വരുന്നത് ആദ്യം അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ലങ്സിൽ നിന്നാണ്. ലങ്സിൽ നിന്നാണ് നമ്മൾ എയർ, ലങ്സിൽ നിന്ന് എയർ വലിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടാണ് പിന്നീട് നമ്മുടെ വോക്കൽ കോഡിലെത്തി, പിന്നീട് മൗത്തിലെത്തി. പിന്നീട് എന്ത് ചെയ്യും, ഇപ്പോൾ നാസൽ സൗണ്ട്സ് ആണെങ്കിൽ ഇത് മൂക്കിലൂടെയും അല്ലാത്തവർക്ക് എന്ത് ചെയ്യും, മൗത്തിലൂടെയാണ് അത് സൗണ്ട് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ ഇംഗ്ലീഷ് സൗണ്ട്സ് ബോത്ത് വവൽസ് ആൻഡ് കോൺസണൻറ്റ്. അത് വവൽസ് ആയിക്കോട്ടെ കോൺസണൻ്റ് ആയിക്കോട്ടെ, ഏകദേശം എല്ലാ ഇംഗ്ലീഷ് സൗണ്ട്സും വരുന്നത് പൾമോണിക് എയർസ്ട്രീം മെക്കാനിസത്തിലൂടെയാണ്, അഥവാ ലങ്സിൽ നിന്നാണ്. അപ്പോൾ പി, ടി, കെ, ബ്, ഡ്, ഗ എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് പുറത്തേക്ക് കേൾക്കുന്നുണ്ടെങ്കിലും അത് വരുന്നത് ലങ്സിൽ നിന്നാണ്. എന്ത് ചെയ്യുന്നത്, ആ സൗണ്ട്, ആ എയർ അവിടെ നിന്നേ വലിച്ചിട്ട് വരികയാണ്. ഓക്കെ, അതാണ് പൾമോണിക് എയർസ്ട്രീം മെക്കാനിസം. ദെൻ ഗ്ലോട്ടാലിക് എയർസ്ട്രീം മെക്കാനിസം. എയർ കം ഫ്രം ദ ഗ്ലോട്ടിസ്, സ്പേസ് ബിറ്റ്വീൻ ദ വോക്കൽ കോഡ്സ്. അഥവാ നമ്മുടെ ഗ്ലോട്ടിസ്, നമ്മുടെ അഥവാ വോക്കൽ കോഡ്സിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന സൗണ്ടിനെയാണ് ഗ്ലോട്ടാലിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. ദ ഗ്ലോട്ടിക്സ് മൂവ്സ് അപ്പ് ഓർ ഡൗൺ ടു മേക്ക് സ്പെഷ്യൽ സൗണ്ട്സ്. അതെന്ത് ചെയ്യും, നമ്മൾ സ്പെഷ്യൽ സൗണ്ട്സ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, അതൊന്നെങ്കിൽ അത് മുകളിലേക്ക് മൂവ് ചെയ്യും അല്ലെങ്കിൽ അത് താഴേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ എജക്റ്റീസ്, എയർ പുഷ്ഡ് ഔട്ട് ബൈ റൈസിങ് ദ ഗ്ലോട്ടിസ്. നമ്മൾ പുറത്തേക്ക് വലിയ ഒച്ച ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, എയർ പുറത്തേക്ക് പുഷ് ചെയ്യും. ഇപ്പോൾ ഇംപ്ലോസീവ്, എയർ ഡ്രോൺ ഇൻ ബൈ ലോവർ ഇൻ ദ ഗ്ലോട്ടിസ്. നമ്മളെന്ത് ചെയ്യും, ഉള്ളിലേക്ക്, ഇപ്പം മേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, സൗണ്ട് ഉള്ളിലേക്ക് വലിഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഗ്ലോട്ടിസിൻ്റെ അത് താഴ്ന്നു നിൽക്കും. അപ്പോൾ അതാണ് ഗ്ലോട്ടാലിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. ദീസ് സൗണ്ട്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ബട്ട് ഫൗണ്ട് ഇൻ സം ആഫ്രിക്കൻ ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജസ്. പക്ഷേ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഗ്ലോട്ടാലിക് എയർസ്ട്രീം മെക്കാനിസം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. പക്ഷേ മറ്റ് ആഫ്രിക്കൻ അതുപോലെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ പൾമോണിക് എയർസ്ട്രീം ആണെന്ന് ഓർക്കാം. ഓക്കെ, ദെൻ വെലാറിക് എയർസ്ട്രീം മെക്കാനിസം. എയർ മൂവ്മെൻറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ ബാക്ക് ഓഫ് ദ ടങ് ആൻഡ് ദ വെലം. അഥവാ നമ്മുടെ ഈ എയറിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മുടെ ബാക്ക് ഓഫ് ദ ടങ്, നാവിൻ്റെ ഏറ്റവും അറ്റ ഭാഗമുണ്ട് അല്ലേ, അഥവാ ഏറ്റവും മറ്റ ഭാഗം, ആ ഭാഗം ആണ് നമ്മുടെ എയറിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് വരുന്ന സൗണ്ടാണ് ഈ വെലാറിക് എയർസ്ട്രീം എന്ന് പറയുന്നത്. ദ ടങ് ക്രിയേറ്റ്സ് സക്ഷൻ പ്രൊഡ്യൂസിങ് ക്ലിക്ക് സൗണ്ട്സ്. ഒരു ക്ലിക്ക്, ഇപ്പോൾ ഈ ഒരുപാട് ആഫ്രിക്കൻ ലാംഗ്വേജിൽ ക്ലിക്ക് 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 എന്നൊക്കെ സൗണ്ട് വരുന്നുണ്ട്. എന്തെങ്കിലും പേര് ചോദിക്കുമ്പം ക്ലോങ് ക്ലോങ് ക്ലിങ് എന്നൊക്കെ ആ സൗണ്ട്, ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ, ആ നാവിൻ്റെ ഏറ്റവും അറ്റം തട്ടിച്ചിട്ട് വരുന്ന സൗണ്ടാണ്
വെലാറിക് എയർസ്ട്രീം എന്ന് പറയുന്നത് കോമൺ ഇൻ ആഫ്രിക്കൻ ലാംഗ്വേജസ് ലൈക്ക് സുളു ആൻഡ് സോസ. അത് ആഫ്രിക്കൻ ലാംഗ്വേജിലാണ് ഈ ഒരു ക്ലിക്ക് സൗണ്ട്സുകൾ, അതെങ്കിൽ വെലാറിക് എയർസ്ട്രീം അഥവാ ഈ ഒരു സൗണ്ട് സിസ്റ്റം ഉള്ളത്. ഓക്കെ, നമ്മുടെ അപ്പോൾ വെലാറിക് എന്ന് പറയുമ്പോഴും ആഫ്രിക്കൻ ലാംഗ്വേജസിന് നമ്മൾ ആ ക്ലിക്ക് സൗണ്ട് ക്ലോങ് ക്ലിങ് എന്നുള്ള സൗണ്ട് ഓർമ്മ വരണം. അതായത് നമ്മുടെ നാവിൻ്റെ അങ്ങേ തെറ്റം മുട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സൗണ്ടാണത്. ഓക്കെ, ദെൻ ഇനി ഓർഗൻസ് ഓഫ് സ്പീച്ച് കേട്ടോ. ദ ഓർഗൻസ് ഓഫ് സ്പീച്ച് ആൾസോ കോൾഡ് ആർട്ടിക്കുലേറ്റേഴ്സ് ഹെൽപ്പ് ടു ഷേപ്പ് എയർ ഫ്ലോ ഇൻ ടു ഡിഫറെൻറ്റ് സൗണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ ഓർഗൻസ് ഓഫ് സ്പീച്ചാണ് നമുക്ക് പല വിധത്തിലുള്ള സൗണ്ട് നമ്മളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതിലൊന്നാമത്തതാണ് നമ്മുടെ ലങ്സ്. നമ്മൾ പറഞ്ഞു നമ്മുടെ എയറിൽ നിന്നാണ് നമ്മൾ പുഷ് ഔട്ട് അല്ലേ, നമ്മൾ അവിടുന്ന് എയറിനെ വലിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കാനുള്ള ആ ഒരു സൗണ്ട്സ് വരുന്നത് ഇവിടുന്ന് എയർ വലിച്ചിട്ടാണ്. ദെൻ വോക്കൽ കോഡ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ ചെന്നിട്ട് നമ്മൾ വോക്കൽ കോഡ്സിലെത്തും. അതുപോലെ ലാറിങ്സിൽ വൈബ്രേറ്റ് ടു മേക്ക് വോയിസ്ഡ് സൗണ്ട്സ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വോയിസിലെ സൗണ്ട് വൈബ്രേറ്റ് ചെയ്യാതെ നിൽക്കുമ്പോൾ വോയിസിലെ സൗണ്ട് ഉണ്ടാകുന്നു. ബി ഡി ഗ എന്നൊക്കെ വോയിസിലാണ്. അതുപോലെ തന്നെ പി എന്നുള്ള പോലുള്ള സൗണ്ടൊക്കെ വോയിസ് ലെസ് സൗണ്ട്സുകളാണ്. അപ്പോൾ അങ്ങനെ ലാറിങ്സ് അഥവാ നമ്മുടെ വോക്കൽ കോഡ്സ് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഓർത്ത് വെക്കുക. ആദ്യം ലങ്സ്, പിന്നെ വോക്കൽ കോഡ്സ്, പിന്നീട് നമ്മുടെ ടങ് നാവില്ലാതെ നമുക്കൊരിക്കലും സംസാരിക്കാൻ പറ്റില്ല. ചേഞ്ചസ് ഷേപ്പ് ആൻഡ് പൊസിഷൻ ടു ഫോം മെനി സൗണ്ട്സ്. നമ്മൾ നാവ് പല രൂപത്തിലാക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പല വിധത്തിലുള്ള സൗണ്ട്സുകൾ നമുക്ക് പുറത്തേക്ക് വരും. ദെൻ ലിപ്സ് ഓപ്പൺ ക്ലോസ് ഓർ റൗണ്ട് ടു മേക്ക് സൗണ്ട്സ് ലൈക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലിപ്സ് എന്ത് ചെയ്യും, റൗണ്ട് ഷേപ്പിലാക്കും. അപ്പോൾ ഊ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് ഷേപ്പിലാണ്, ആ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിപ്പ് ഏത് ഷേപ്പിലാണ്. അപ്പോൾ പി ബി മ് വ് എന്നുള്ള ലെറ്റേഴ്സൊക്കെ പറയുമ്പം സൗണ്ട്സൊക്കെ പറയുമ്പോൾ നമ്മുടെ ലിപ്പ് വഹിക്കുന്ന റോള്. അതുപോലെ തന്നെ ടീത്ത് അല്ലേ, നമ്മൾ പല ലെറ്റേഴ്സ് പറയുമ്പോഴും നമ്മുടെ ടീത്തിൻ്റെ പല സ്ഥലത്തും നമ്മുടെ ടങ് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെൽപ്പ് മേക്ക് സൗണ്ട്സ് ലൈക്ക് ട് ഡ് ത് ദ് ഇതുപോലുള്ള ലെറ്റേഴ്സൊക്കെ പറയുന്നതിൽ ടീത്തിന് പ്രധാന റോള് വഹിക്കുന്നുണ്ട്. ദെൻ ആൽവിയോളാർ റിഡ്ജ് ദ ബംബി ഏരിയ ബിഹൈൻഡ് അപ്പർ ടീത്ത്, അഥവാ നമ്മുടെ അപ്പർ ടീത്ത്, അതായത് നമ്മുടെ മുകളിലത്തെ പല്ലിൻ്റെ നിരയില്ലേ അതിൻ്റെ ആ മുകൾ ഏരിയയാണ്, അഥവാ അണ്ണാക്ക് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ആ ഭാഗത്തിനാണ് ആൽവിയോളാർ റിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പം ട് ഡ് എന്നൊക്കെ പറയും. നമ്മളെ നാവ് അവിടെ ഏറ്റവും ടോപ്പിൽ നന്നായി ടച്ച് ചെയ്യുന്നുണ്ട്. അതിനാണ് ആൽവിയോളാർ റിഡ്ജ് എന്ന് പറയുന്നത്. ദെൻ ഹാർഡ് പലൈറ്റ് ആൻഡ് സോഫ്റ്റ് പലൈറ്റ് വെലം. ഹാർഡ് പലൈറ്റ് ഹെൽപ്പ് ഇൻ ഹാർഡ് പലൈറ്റ്, സോഫ്റ്റ് പലൈറ്റ് ഘ് അതും നമ്മുടെ ഈ ഒരു അണ്ണാക്കിൻ്റെ ഇടയിലുള്ള ആ സ്ഥലത്തിനെയാണ് ഹാർഡ് പലൈറ്റും സോഫ്റ്റ് പലൈറ്റും വെലം എന്ന് പറയുന്നത്. ദ നാസൽ കാവിറ്റി അലോ എയർ ത്രൂ ദ നോസ് ഓർ നാസൽ സൗണ്ട്സ്, അഥവാ നമ്മുടെ നാസൽ കാവിറ്റി മൂക്കിലൂടെ പോകുന്ന സൗണ്ട്സുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പം മ ന് ങ്. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുക, ഈ ഒരു ചാർട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ആ ഓർഡറിൽ പഠിച്ചു വെക്കുക. ഇതാണ് ഓർഗൻസ് ഓഫ് സ്പീച്ച്. ഓരോന്ന് എഴുതുമ്പോൾ എന്ത് ചെയ്യാം, അതിന് ഇച്ചിരി ഗ്യാപ്പൊക്കെ വിട്ടിട്ട് നല്ല വൃത്തിയിൽ അതിൻ്റെ എക്സാമ്പിൾസൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സ്പീച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എയർ ഫ്രം ദ ലങ്സ് ഷേപ്ഡ് ബൈ ദ വോക്കൽ കോഡ്സ് ആൻഡ് സ്പീച്ച് ഓർഗൻസ് ലൈക്ക് ദ ടങ്, ലിപ്സ്, ടീത്ത് ആൻഡ് പലൈറ്റ്. ടുഗദർ ദേ ക്രിയേറ്റ് ഓൾ ദ വവൽ ആൻഡ് കോൺസണൻറ്റ് വി യൂസ് ഇൻ ലാംഗ്വേജസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഈ ചാപ്റ്ററിലെ. ഇനി സൂപ്രാ സെഗ്മെൻ്റൽ ഫ്യൂച്ചേഴ്സ്. എന്താണ് ഈ സൂപ്രാ സെഗ്മെൻ്റൽ ഫ്യൂച്ചേഴ്സ് എന്ന് നോക്കാം. സൂപ്രാ സെഗ്മെൻ്റൽ ഫ്യൂച്ചേഴ്സ് ആർ സ്പീച്ച് ഫ്യൂച്ചേഴ്സ് ദാറ്റ് ഗോ ബിയോണ്ട് ഇൻഡിവിജ്വൽ സൗണ്ട്സ്. ഇപ്പോൾ വവൽ ആൻഡ് കോൺസണൻറ്റ്, ഇപ്പോൾ നമ്മൾ വവൽ സൗണ്ടും കോൺസണൻ്റ് ആക്കി നമ്മൾ സൗണ്ടിനെ ഉണ്ടാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ പറയുന്നതിനാണ് സൂപ്രാ സെഗ്മെൻ്റൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ദേ ഗിവ് മീനിങ്, ഇമോഷൻ ആൻഡ് നാച്ചുറൽ റിതംസ്. നമ്മൾ അത് പറയുമ്പോൾ എന്ത് ചെയ്യും, നമുക്കത് മീനിങ് തരും. ഇമോഷൻസ്, ഫീലിംഗ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഈ സൂപ്രാ സെഗ്മെൻ്റൽ ഫ്യൂച്ചേഴ്സ്. അപ്പോൾ എന്താണ് ഈ സൂപ്രാ സെഗ്മെൻ്റൽ ഫ്യൂച്ചേഴ്സ് അഥവാ വവൽസിനെയും കോൺസിനും അപ്പുറത്ത്? അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ്സ്. ഇപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ദേഷ്യത്തിൽ പറയുമ്പോൾ എന്തൊരു നല്ല കട്ടി കൂട്ടിയായിരിക്കും പറയും. എന്നാൽ നമ്മൾ കുറച്ച് ഇഷ്ടത്തിലാണെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് പറയും അല്ലേ. നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസിനൊക്കെ കാണിക്കുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മൾ സംസാരിക്കുന്ന രീതി ഒരു ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നത്. അപ്പോൾ ആ രീതിയാണ് എന്ത് സൂപ്രാ സെഗ്മെൻ്റൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഷിഫ്റ്റ്, കോമ്പൗണ്ട് വേർഡ് സ്ട്രെസ്, സെൻറ്റൻസ് സ്ട്രെസ്, പിച്ച്, ഇൻറ്റോണേഷൻ, ഇതൊക്കെ എന്താണ് സൂപ്രാ സെഗ്മെൻ്റൽ ഫ്യൂച്ചേഴ്സ് ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗിവിങ് മോർ ലൗഡ്നെസ്, ലെങ്ത് ഓർ ഫോഴ്സ് ടു വൺ സില്ലബിൾസ്, മേക്ക് സ്പീച്ച് ക്ലിയർ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്.
എന്താണ് നമ്മൾ ചില വാക്കിന്, ചില വേർഡിന്, ചില സെൻറ്റൻസിനൊക്കെ നമ്മൾ കൂടുതൽ ലൗഡ്നെസ്സും ലെങ്ത്തും ഫോഴ്സും കൊടുത്തിട്ട് പറയുന്നതിനാണ് സ്ട്രെസ് എന്ന് പറയുക. ഇപ്പോൾ ടാബിൾ എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഓൺ ഫസ്റ്റ് സില്ലബിൾസ്, നമ്മളതിൻ്റെ ഫസ്റ്റ് സില്ലബിളാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. ദെൻ എബോവ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സില്ലബിളാണ്. ദെൻ കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഓൺ ദ ഫസ്റ്റ് സില്ലബിൾ. അങ്ങനെ ഓരോ ഏരിയക്കും നമ്മൾ സ്ട്രെസ് കൊടുത്തിട്ട് നമ്മൾ പറയും. ദെൻ സ്ട്രെസ് ഷിഫ്റ്റ്, വെൻ എ വേർഡ് ചേഞ്ചസ് ഫ്രം ദ പ്ലേസ് ഓഫ് സ്ട്രെസ് ആൾസോ ചേഞ്ചസ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സ്ട്രെസ് ഷിഫ്റ്റ്, ഇപ്പോൾ ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് കൊടുക്കുന്നത്. ദെൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സില്ലബിൾസിനാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. ദെൻ ഫോട്ടോഗ്രാഫിക് എന്ന് പറയുമ്പോൾ അതാണ് സ്ട്രെസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരേ ആ വേർഡിൽ തന്നെ പല കോലത്തിൽ നമ്മൾ പല ടേമായിട്ട് നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ സ്ട്രെസ് കൊടുക്കുന്ന ഏരിയയും മാറും. അതിനെയാണ് സ്ട്രെസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ആ വേർഡ് ചേഞ്ച് ചെയ്യുമ്പം എന്ത് ചെയ്യും, ആ സ്ട്രെസ്സിൽ വരുന്ന ഷിഫ്റ്റും എന്ത് ചെയ്യും, മാറും. അതിനെയാണ് സ്ട്രെസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് വേർഡ് സ്ട്രെസ്. ഇൻ കോമ്പൗണ്ട് വേർഡ് ദ ഫസ്റ്റ് പാർട്ട് ഈസ് യൂഷ്വലി സ്ട്രെസ്ഡ്. കോമ്പൗണ്ട് വേർഡ് പറഞ്ഞാൽ എന്താണ്, രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ട് വേർഡ് ഉണ്ടാകുന്നതിനെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോർഡ്, രണ്ട് ബ്ലാക്കും ബോർഡും കൂടി ചേർന്നതാണ് ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ട് വേർഡിൽ സാധാരണ ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെസ് കൊടുക്കുന്നത്. ബ്ലാക്ക് ബോർഡ്, ഫുട്ബോള്, പോസ്റ്റ്മാൻ, സൺലൈറ്റ്. ഓക്കെ, ദെൻ ബട്ട് സം ടൈം ദ സെക്കൻഡ് പാർട്ട് ഈസ് സ്ട്രെസ് ടു ചേഞ്ച് മീനിങ്. എന്നാൽ എന്ത് ചെയ്യും, ചില സ്ഥലത്ത് എന്ത് ചെയ്യും, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്ട്രെസ് കൊടുക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ഐസ്ക്രീം. ആ ക്രീമിലാണ് നമ്മൾ സ്ട്രെസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ സെൻറ്റൻസ് സ്ട്രെസ്, ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, ഇപ്പം നൗൺസ്, മെയിൻ വേർബ്സ്, അഡ്ജക്റ്റീവ്, അഡ്വർബ് ആർ സ്ട്രെസ്ഡ്. നമ്മളൊരു സെൻറ്റൻസിൽ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ആളെ നമ്മൾ കട്ടി കൂട്ടിയിട്ട് നമ്മൾ പറയും, അതിലെന്താണ് മെയിൻ വേർബ്സ്, ഏത് ആക്ടിവിറ്റീസാണ്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ആണ്, അഡ്വർബാണ്, അല്ലേ? അപ്പോൾ അതിനെയാണ് സ്ട്രെസ്, സെൻറ്റൻസ് സ്ട്രെസ് എന്ന് പറയുന്നത്. ദെൻ ഫങ്ഷൻ വേർഡ്സ്, ആർട്ടിക്കിൾസ്, പ്രപ്പോസിഷൻസ്, ആക്സിലറീസ് ആർ നോട്ട് സ്ട്രെസ്ഡ്. അതിലുള്ള ഫങ്ഷൻ വേർഡ്സ് ഇപ്പോൾ എന്താണ്, ആർട്ടിക്കിൾസ്, ഇപ്പോൾ എ ഇതാ എന്നൊന്നും ചെയ്യില്ല, അതിൽ സ്ട്രെസ് ചെയ്യില്ല. അതിൽ നമ്മൾ എന്തിനാണ് സ്ട്രെസ്, അതിലുള്ള നൗണിനെയും മെയിൻ വേർബ്സിനെയൊക്കെ ആയിരിക്കും നമ്മൾ സെൻറ്റൻസ് സ്ട്രെസ്സിൽ കൊണ്ടുവരിക. ഐ വാണ്ട് എ കപ്പ് ഓഫ് ടീ. ഐ വാണ്ട് എ കപ്പ് ഓഫ് ടീ, എനിക്കൊരു കപ്പ് ചായ വേണം. അപ്പോൾ അതിലെന്തൊക്കെയാണ് നമ്മൾ സ്ട്രെസ് കൊടുത്തിട്ടുള്ളത്, ഓഫിനും ഏക്കൊന്നും സ്ട്രെസ് കൊടുത്തിട്ടില്ല. അതിലെ സബ്ജക്റ്റിന്, നമ്മുടെ വേർബിന്, അതുപോലെ തന്നെ ഒബ്ജക്റ്റിനൊക്കെ നമ്മൾ സ്ട്രെസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഷീ ബൗട്ട് എ ന്യൂ കാർ. നോക്കുക, ഇതാണ് എന്ത് സെൻറ്റൻസ് സ്ട്രെസ് എന്ന് പറയുന്നത്. ദെൻ പിച്ച് റെഫേഴ്സ് ടു ദ ഹൈനെസ് ഓർ ലോനെസ് ഓഫ് വോയിസ്, ഷോസ് ഫീലിങ്സ് ഓർ ഇമോഷൻസ്. എന്താണ് ഹൈ പിച്ച്, ലോ പിച്ച്. നമ്മളെന്താണ് ഹൈ പിച്ചിലും ലോ പിച്ചിലും നമ്മൾ പറയാം. സൗണ്ടിൻ്റെ ഒരു വേരിയേഷന് താത്തി കുറച്ച് പറയുന്നതിനാണ് പിച്ച് എന്ന് പറയുന്നത്. വാവ്, ദാറ്റ്സ് അമേസിങ്. ഇപ്പോൾ എന്താണ് വാവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ പിച്ചാണ്. സർപ്രൈസ്, ലോ പിച്ച്, ഐ എം വെരി ടയർഡ് ടുഡേ, ഞാൻ ഇന്ന് വല്ലാതെ ടയർഡാണ്, ക്ഷീണിച്ച് പറയുകയാണ്. അപ്പോൾ എന്താണ്, ലോ പിച്ചാണ്, സൗണ്ട് താത്തിയിട്ടാണ് പറയുന്നത്. ദെൻ റിയലി എന്ന് ഹൈ പിച്ചിലും ചോദിക്കാം, റിയലി എന്ന് ലോ പിച്ചിലും ചോദിക്കാം. ദെൻ ഇൻറ്റൊണേഷൻ, ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ദ വോയിസ് വൈൽ സ്പീക്കിങ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് താഴ്ന്നതിന് ഉയരുന്നതിനാണ് ഇൻറ്റൊണേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇമോഷൻസ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇമോഷൻസൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഫോളിങ് ഇൻറ്റൊണേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ഓർ കൊമാൻഡ്സ്, ഐ ആം കമ്മിങ്, സിറ്റ് ഡൗൺ, ഇതൊക്കെ എന്താണ്, ഫാളിങ് ഇൻറ്റൊണേഷനാണ്. റൈസിങ് ഇൻറ്റൊണേഷൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ റൈസിങ് ഇൻറ്റൊണേഷൻ, ആർ യു റെഡി, വാട്ട്, ഇതൊക്കെ റൈസിങ് ഇൻറ്റൊണേഷനാണ്. ദെൻ ഫോൾ റൈസ് ഇൻറ്റൊണേഷന് ഫോർ ഡൗട്ട്, ഹെസിറ്റേഷന്, ഒരു പൊളൈറ്റ്നെസ്, ഇതൊക്കെ ഫോൾ റൈസ്, അത് ഉയർന്നിയും താന്നിട്ടുള്ള ഇൻറ്റൊണേഷൻ ആയിരിക്കും വരിക. ദെൻ ഇതാണ് എന്താ ഈ സൂപ്രാ സെഗ്മെൻ്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പിലാണ് നമ്മൾ സംസാരിക്കുന്നത്, കട്ടി കൂട്ടിയും കട്ടി കുറച്ചും, സ്ട്രെസ് ഷിഫ്റ്റ്, കോമ്പൗണ്ട് സ്ട്രെസ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിലോർത്ത് വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ IPA സിമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുക, ആ സിമ്പിൾസും കൂടി നോക്കി വെക്കുക.